ഹലോ, അസ്സലാമലൈക്കും. എന്താണ് വിശേഷമൊക്കെ? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കുവടയാണ് കേട്ടോ. പക്കുവട പൊക്കുവട അങ്ങനെ എന്താ പറയാന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ചിലർ പൊക്കുവട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചിലർ പക്കുവട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും ചിക്കൻ പക്കുവട എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു സബോള, അതും പിന്നെ ഗരം മസാലകളായിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട, പെരിഞ്ചീരകം അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാലക്കുള്ളത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ വേണമല്ലോ. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഒരു ചിക്കൻ കറി വെക്കാൻ വേണ്ടി മേടിച്ചാൽ ഇതിന് കുറച്ച് എന്തായാലും മാറ്റി വെക്കുമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എന്തെങ്കിലും 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ അടിച്ച് വെച്ച ആ മസാലകളുണ്ടല്ലോ, അപ്പോൾ അതിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉപ്പ് കൂടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടിയാലാണ് ബുദ്ധിമുട്ടാവുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, നമുക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ ചതക്കുമ്പോൾ മുളക് ഇട്ട് കൊടുത്തതാണ്, അപ്പോൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 3 ടീസ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി വേണ്ടത് നമുക്ക് കുറച്ച് മൈദയാണ്. അപ്പോൾ അതും 1.5 ടീസ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയുടെ പകരം നമുക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ മൈദ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിമുട്ട നമുക്ക് ആവശ്യം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ ഒരെണ്ണം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാനൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ അത് കുഴച്ചെടുക്കണം കേട്ടോ. എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചാലൊന്നും ഇതേപോലെ ആവില്ല. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. എന്നാലാണ് എല്ലാ മസാലകളും അതിൽ പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ കട്ട പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കാത്ത പോലെ ആവും. അപ്പോൾ നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ കോഴിമുട്ടൊക്കെ ഒഴിച്ച് കൊടുത്ത കാരണം വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല, കാരണം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്ന് ലൂസായി വരികയും ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണേ. എന്നാലും എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് മാറ്റങ്ങൾ അതിൽ വരുത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇനി നമുക്ക് പക്കുവട പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടവർക്ക് അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എനിക്ക് ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലിൽ ഉണ്ടാക്കാനാണ് ഇഷ്ടം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു മണം വരുന്ന പോലെ എനിക്ക് തോന്നും. പിന്നെ പെട്ടെന്ന് മടുക്കണ പോലെ തോന്നും. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസുകൾ അതിൽ ഇട്ട് കൊടുക്കാം. നന്നായി ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടോ. അപ്പോൾ ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇരുന്നോട്ടെ. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് മിലാക്കി വെക്കണം, എന്നാലേ ഉള്ളൊക്കെ നന്നായി വേവുള്ളൂ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കില്ലേ, അതേ ടേസ്റ്റിൽ ചിലപ്പോൾ അതിലും കൂടുതലാവും. അത്രയും നന്നായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റൂട്ടോ. ഈ ഒരു മസാല മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കിയൊക്കെ ഈസിയല്ലേ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. എൻ്റെ വീട്ടിലൊരു ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് 3 ഭാഗമാക്കിയിട്ട് വെക്കും. കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ഇതേപോലെ എന്തെങ്കിലും 4 മണിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ പോലെ മാറ്റി വെക്കാറുണ്ട് നിങ്ങളൊക്കെ. അങ്ങനെ ചിക്കൻ മേടിക്കുമ്പോൾ ഇതിൽ കുറച്ച് മാറ്റി വെക്കാത്തവരാണെങ്കിൽ ഇനി മേടിക്കുമ്പോൾ ഒന്ന് മാറ്റി വെച്ച് നോക്കി നോക്കും. നമുക്ക് 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനാ, അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് വിരുന്നേര് വരുമ്പോൾ ഉണ്ടാക്കാനാ. അപ്പോൾ എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും, സ്റ്റോക്കായിട്ട് എപ്പോഴും ഉണ്ടാവും. ഇവിടെ മോന് മീനൊന്നും കഴിക്കില്ലല്ലോ, അപ്പോൾ അവനക്ക് എപ്പോഴും വേണം ചിക്കൻ. അപ്പോൾ അത് കാരണം എല്ലില്ലാത്ത കുറച്ച് കഷ്ണങ്ങൾ എന്തായാലും ഫ്രിഡ്ജിലുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട്. സൗണ്ടൊക്കെ ശരിയായി വരണുള്ളൂ. ചുമ അങ്ങോട്ട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. അതാണ് സൗണ്ടിന് ഇപ്പോഴും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉള്ളത്. ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഓരോ ഭാഗങ്ങളായിട്ട് വെന്ത് വരണമല്ലോ. അല്ലെങ്കിൽ ചിക്കനല്ലേ ഉള്ളിലേക്കാണ് വേവില്ല, പുറത്തേക്കാണ്ട് കരിഞ്ഞ് പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ സിമ്മിൽ വെക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുക. ഒരു ഭാഗം കരിയും ചെയ്യരുതെന്ന ഉള്ളിലത്തെ ചിക്കൻ്റെ വേവും വേണം. നമ്മൾ വേറെ വേവിച്ചിട്ടൊന്നും ഇട്ടതല്ല, പച്ച ചിക്കനാണ് ഇട്ടേക്കണുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പുറത്തത്തെ കണ്ടിട്ട് നമ്മൾ വെന്തോന്ന് വിചാരിക്കും, പക്ഷെ ഉള്ളിലത്തെ ആയിട്ടുണ്ടാവില്ല. ആ ഫസ്റ്റത്തെ ചിക്കനായി വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം, എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പുള്ളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ സിമ്മിലാക്കി വെച്ചാൽ മതി. നല്ല ഹൈ ഫ്ലെയിമിലിട്ടാൽ അതുകൊണ്ട് മേലത്തെ വേവും ചെയ്യും, പുറത്തത്തെ കരിയും ചെയ്യും.
അയ്യോ അങ്ങനെയല്ല, അങ്ങനെ ഉള്ളിലത്തെ വേവുമില്ല പുറത്തത്തെ കരിയും ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അത് ഭയങ്കര സ്മെല്ലാണ്. എന്താ പറയുക, നമ്മളെ കൊതിപ്പിക്കണ ഒരു മണമാണ് അതിന് വരുന്നത്. ആ മസാലക്കൂട്ടാണ് ഇതിന് ഇത്രയും നല്ല മണം തരുന്നത്. ആ മസാല ഉണ്ടാക്കുമ്പോൾ ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, എല്ലാം അതിലിടണം. മല്ലിയില ഇറക്കിടണം, എന്നാലാണ് ഈ ഒരു മണം ഈ ഒരു ടേസ്റ്റും വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. അപ്പോൾ അത് രണ്ടാമത്തതും ആയി വരുന്നുണ്ട്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവാത്ത ഭാഗമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ്റെ ചെറിയ പീസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഞാൻ ചെറിയ പീസാക്കാൻ മറന്നു പോയതാണ്, അല്ലെങ്കിൽ ഒന്നും കൂടി ചെറുതാക്കിയിട്ടിടായിരുന്നു. എന്നാലും ഉള്ളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ, എല്ലാം കൂടി ഒരുമിച്ച് കടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പക്കുവട ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കണം കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഒന്ന് നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. മറ്റു പക്കുവട ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, നോമ്പിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. സബോളൊക്കെ ഇട്ടിട്ട് അതിൽ ചിക്കൻ്റെ ചെറുതാക്കി പിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ പക്കുവട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, മക്കൾക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതാ രണ്ടാമത്തെ ചിക്കനും ആയി വരുന്നുണ്ട്. ഇനി നമുക്കതൊക്കെ കോരിയെടുക്കാം. ഇനിയിപ്പോൾ ഈ ചിക്കൻ്റെ മസാല എനിക്ക് കുറച്ചും കൂടിയും ബാക്കിയാണ്. ചിക്കനിലേക്ക് പരട്ടിയ മസാല അതിനി അവിടെ വെറുതെ വെച്ച് കളയിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ആ മസാല എടുക്കലുണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് കഴുകേണ്ടി വരും. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബ്രെഡിൻ്റെ ഒരു 2 ബ്രെഡ് പൊട്ടിച്ചിട്ട് എന്നിട്ട് അതൊരു മസാല ആക്കിയിട്ട് എടുത്ത് ഇതുപോലെ ഒന്ന് ബ്രെഡ് കയ്യോ വെച്ച് പൊട്ടിച്ച് കൊടുത്താൽ മതി. ആ മസാല അല്ലെങ്കിൽ കളയില്ലല്ലോ ഉണ്ടാവുള്ളൂ. അപ്പോൾ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ചിക്കനെയും കാട്ടിയും ടേസ്റ്റ് ഈ ബ്രെഡിനായിരുന്നു കേട്ടോ. ഇവിടെ മോനിക്കൊക്കെ ബ്രെഡാണ് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ ഇനി ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇതേപോലെ ബ്രെഡിൽ വെച്ചുണ്ടാക്കി നോക്കി വെക്കും. അപ്പോൾ ബ്രെഡ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും അതിൻ്റെ മസാല ഒന്ന് വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. അതിലെല്ലാതും ഉണ്ടല്ലോ, ഉപ്പുണ്ട്, മസാലയുണ്ട്, മുളക് പൊടി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളിനി പ്രത്യേകിച്ച് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബ്രെഡ് അങ്ങനെ എണ്ണ കുടിക്കണമൊന്നുമില്ല കേട്ടോ, വേഗം ആയി വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ബ്രെഡും മുട്ടയും ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം പലഹാരങ്ങൾ ഉണ്ടാക്കാം അല്ലേ, ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇത് മൂന്നും എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഓരോരോ സ്നാക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആ ബ്രെഡ് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് നേരം ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലാവും കേട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ട. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു മുരിഞ്ഞ് വന്നപ്പോൾ, നന്നായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒന്നും ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. നമ്മളിപ്പോൾ എന്നും ഒരേപോലത്തെ ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ മടുക്കുമല്ലോ. അപ്പോൾ വെറൈറ്റികളായി ഉണ്ടാക്കി അവർക്ക് ഇഷ്ടാവുകയും ചെയ്യും. നമുക്കിങ്ങനെ മക്കളെ സന്തോഷമാണല്ലേ നമ്മളെ സന്തോഷം. അപ്പോൾ അവരത് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കത് വല്ലാത്തൊരു സന്തോഷമല്ലേ. അത് 2 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് മുരിയിപ്പിച്ചെടുത്താൽ മതി. എണ്ണ ഒന്നും കുറച്ച് പോലും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഉണ്ടാക്കാം നമുക്ക്. പിന്നെ ഹെൽത്തി ഒന്നുമല്ല, എണ്ണയിലുള്ളതാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, മക്കൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അല്ല ഡയറ്റിലൊക്കെ ആണ് അല്ലെങ്കിൽ ഹെൽത്തി കഴിക്കുള്ളൂ എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴിക്കേണ്ട കേട്ടോ. അപ്പോൾ പിന്നെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ചില ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്കൊന്ന് കിടന്നിട്ട് 4 മണിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് നന്നാവും, അല്ലെങ്കിൽ അത് നാശമായി പോവും. അല്ല എന്നാലും 1-2 പ്രാവശ്യം നാശമായാലല്ലേ മൂന്നാമത് നമുക്ക് നന്നായി വരുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കണ ആളാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഉണ്ടാക്കി നാശമായി പോവുമല്ലോ വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കൊന്നുമില്ല. അല്ലാതെ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല. അപ്പോൾ നാശമായിട്ട് തന്നെയാണ് പിന്നെ നന്നാക്കി പഠിക്കുക. അപ്പോൾ അതേപോലെ പേടിച്ചിരിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഓരോന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാമല്ലോ. നമ്മളീ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിച്ച് അത് നല്ലതുമല്ല, അവർ എണ്ണകൾ എങ്ങനെയെന്നൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഫോൺ തുറന്ന് നോക്കിയാൽ ഓരോരോ ഇത് കാണുന്നതല്ലേ. അപ്പോൾ നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്ക് സമാധാനത്തോടെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അതിൽക്കൊരു ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയാം. അപ്പോഴേ എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങളെല്ലാവരും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ പറയാം, അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.